ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് മാർക്കോവ് അനാലിസിസ് ആണ്. ഈ മാർക്കോവ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ടെക്സ്റ്റിലൊക്കെ കാണുമ്പോൾ മാർക്കോവ് അനാലിസിസ് ഹെഡിങ്ങിൻ്റെ താഴെ ചിലപ്പോൾ ഒരു ഡെറിവേഷൻ ആയിരിക്കും. പക്ഷെ അത് മാത്രമല്ല മാർക്കോവ് അനാലിസിസ്. ഈ മാർക്കോവ് അനാലിസിസ് പല കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റാൻഡ് ബൈ സിസ്റ്റം ആണെങ്കിലും ഈ എന്താ പറയുന്ന ടു ഫെയിലിയർ മോഡ് സിസ്റ്റം ആണെങ്കിലും അതുപോലെ ഈ ലോഡ് ഷെയറിങ് സിസ്റ്റം ആണെങ്കിലും ഒക്കെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മാർക്കോവ് അനാലിസിസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനിൽ നമ്മളൊരു മെത്തഡോളജി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് കേസാണ് മാർക്കോവ് അനാലിസിസിൻ്റെ. അപ്പോൾ ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ആലോചിക്കുക. 2 കോമ്പണൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 2 കോമ്പണൻ്റ് ഉണ്ട്. ഇത് രണ്ടും 4 ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാമല്ലോ. ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഓപ്പറേറ്റിംഗ് ആണ്, ആണ്. രണ്ടും ഓപ്പറേറ്റിംഗ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ C1 ഫെയിലായി, C2 ഓപ്പറേറ്റിംഗ് ആണ്. മൂന്നാമത്തെ C1 ഓപ്പറേറ്റിംഗ് ആണ്, പക്ഷേ C2 ഫെയിലായി. നാലാമത്തേതെന്ന് പറഞ്ഞാൽ രണ്ടും ഫെയിലായി. അങ്ങനെ 4 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക്. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി P1, P2, P3, P4 ആണ്. അതുപോലെ നമുക്കിനി ഇത് മാർക്കോവിയൻ ഡയഗ്രാമായിട്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റേറ്റ് 1 ഇവിടെ. അപ്പോൾ നമുക്കറിയാം ഇവിടെ സ്റ്റേറ്റ് 1 ആയതുകൊണ്ട് രണ്ടും ഓപ്പറേറ്റിംഗ് ആണെന്നറിയാം. അത് കഴിഞ്ഞ് ഇത് സ്റ്റേറ്റ് 2 പോവുകയാണ്. അതാണ് ഇങ്ങനെ ഒരു ആരോ. സ്റ്റേറ്റ് 2 പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം? സ്റ്റേറ്റ് 1 രണ്ടും ഓപ്പറേറ്റിംഗ്, സ്റ്റേറ്റ് 2 ആദ്യത്തെയാണ് ഫെയിൽ ആവുന്നത്. അപ്പോൾ സ്റ്റേറ്റ് 2 പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആദ്യത്തെ ഫെയിൽ ആവണം. അപ്പോൾ അതിനുള്ള ഫെയിലിയർ റേറ്റ് എത്രയാണ്? ആദ്യത്തെ കോമ്പണൻറ്റ് ഫെയിൽ ആവാനുള്ള ഫെയിലിയർ റേറ്റാണ് λ1. ആദ്യത്തെ കോമ്പണൻറ്റ് ഫെയിൽ ആവാനുള്ള ഫെയിലിയർ റേറ്റ് λ1. അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ അതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടാണ് എഴുതാം. λ1 ബി ദ ഫെയിലിയർ റേറ്റ് ഫസ്റ്റ് കോമ്പണൻറ്റ്. അതുപോലെ സ്റ്റേറ്റ് 1 നിന്ന് 2 മറിച്ച് 3 പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? 1 എന്താ 2 ഓപ്പറേറ്റിങ്, 3 രണ്ടാമത്താണ് ഫെയിൽ ആവുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫെയിലിയർ റേറ്റ് എത്ര? λ2. അതുകൊണ്ടാണ് ഇവിടെ λ2 വന്നത്. അപ്പോൾ 2 ആയി 3. ഇനി 2 നിന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നത്? 2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ഫെയിലായി, രണ്ടാമത്തെ ഓപ്പറേറ്റിംഗ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കൂടെ ഫെയിലായാലല്ലേ 4 പോകും, സ്റ്റേറ്റ് 4 പോകുന്നു. അതായത് രണ്ടാമത്തെ കോമ്പണൻറ്റ് ഫെയിൽ ആവണം. അതുകൊണ്ടാണ് ഇവിടെ λ2 വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് 2 നിന്ന് സ്റ്റേറ്റ് 4 പോകാൻ സംഭവിക്കേണ്ടത് രണ്ടാമത്തെ കോമ്പണൻറ്റ് ഫെയിൽ ആവണം. അതുകൊണ്ട് λ2. അതുപോലെ 3 നിന്ന് 4 പോകാൻ ആദ്യത്തെ കോമ്പണൻറ്റ് ഫെയിൽ ആവണം. അതുകൊണ്ട് λ1. ഈ 2 നിന്ന് 3 പോകില്ല. കാരണം 2 എന്താ ആദ്യത്തെ ഫെയിൽ, രണ്ടാമത്തെ ഓപ്പറേറ്റിംഗും അല്ലേ. 3 എന്തോ ആദ്യത്തെ ഓപ്പറേറ്റിംഗ്, രണ്ടാമത്തെ ഫെയിൽ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചൊന്നും മാറില്ല. ഏതെങ്കിലും ഒരെണ്ണം ഒരു സമയം മാറുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡയഗ്രാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്കോവിയൻ ഡയഗ്രാമാണിത്. ഇനി ഇതിൻ്റെ അനാലിസിസ് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കുക. അറ്റ് ഇൻസ്റ്റൻറ്റ് T+Δt ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ടൈം T ആണെന്ന് വെച്ചോ. അത് കഴിഞ്ഞൊരു ഇൻക്രിമെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ് P1 ഓഫ് T+Δt. അതായത് T+Δt ടൈമിൽ ഈ സ്റ്റേറ്റ് 1 നിൽക്കാനുള്ള പ്രോബബിലിറ്റി, ഒരു ടൈമിൽ 1 നിൽക്കാനുള്ള പ്രോബിലിറ്റിയാണ് P1 ഓഫ് T. അതുപോലെ 2 ആവാനുള്ള പ്രോബിലിറ്റിയാണ് P2 ഓഫ് T. അപ്പോൾ P1 T+Δt എന്ന് വെച്ചാൽ T+Δt ടൈമിൽ P1 ആവാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ P1 ഓഫ് T+Δt നമ്മൾ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ P1 ഓഫ് T+Δt ഈക്വൽ ടു P1 ഓഫ് T എന്ന് പറഞ്ഞാൽ ടൈം ഇൻക്രിമെൻറ്റ് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന പ്രോബബിലിറ്റി മൈനസ് λ1 P1T Δt ബാക്കിയുണ്ട്. ഇതെങ്ങനെ വന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ Δt ഇപ്പോൾ T 3 സെക്കൻഡാണെന്ന് വിചാരിക്കുക, Δt 1 സെക്കൻഡാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 3 സെക്കൻഡിലുള്ള P1 ആവാനുള്ള പ്രോബിലിറ്റിയാണ് P1T. ഇത് 4 സെക്കൻഡിലാവാനുള്ള പ്രോബിലിറ്റി Δt 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈ 1 നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയല്ലേ ചെയ്യുന്നത്. 1 തിരിച്ചൊന്നും വരുന്നില്ലല്ലോ, 1 നിന്ന് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ 1 ആവാനുള്ള പ്രോബിലിറ്റി T കൂടുന്തോറും 1 നിൽക്കാനുള്ള പ്രോബിലിറ്റി കുറയല്ലേ എന്ന്. കാര്യം 1 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, 1 വരുന്നില്ല, 1 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ Δt കൂടുന്തോറും, സമയം കൂടുന്തോറും P1 ആവാനുള്ള പ്രോബിലിറ്റി കുറയും. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരുന്നത്. അതുകൊണ്ട് ഈ മൈനസ് വന്നു. ഇനി ആ ഒരു ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പ്രപ്പോർഷണൽ ടു λ1 ആയിരിക്കുമല്ലോ. λ1 കൂടുന്തോറും ഇതിൽ നിന്ന് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് കൂടും. അപ്പോൾ മൈനസ് λ1 അതേപോലെ തന്നെ പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? Δt ആയിരിക്കും. Δt കൂടുന്തോറും പോകാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് ഇവിടെ Δt വന്നു, λ1 വന്നു, P1 ഓഫ് Tയും വരും. കാര്യം ഇവിടെ ഇത് വലുതാവും തോറും ഈ ഡിഫറൻസും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മൈനസ് λ1 P1T Δt. ഇനിയും വരും മൈനസ് λ2 P1T Δt എന്നും കൂടെ വരും അല്ലേ.
അതായത് ഈ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1ൽ നിന്ന് 2 പോകാനുള്ള കാരണം ഉണ്ടായ കുറവാണ്. അതിന് 1ൽ നിന്ന് 3 പോയത് കാരണവും കുറവുണ്ടാവും. അതിനുള്ളതാണ് ഈ λ2 പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ λ2 വന്നു മൈനസ് തന്നെയാണ്, വെളിയിലോട്ട് പോകുന്നുണ്ട്. ഈ P1Tയുടെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ P1T ΔT ഇങ്ങനെ വന്നു. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ P1T പ്ലസ് ΔT മൈനസ് P1T ഈസ് ഈക്വൽ ടു എന്താണ്? λ1 P1T മൈനസ് ഉണ്ട്, മൈനസ് λ2 P1T ഒരു ΔTയും കൂടെ വരും. ഓക്കെ. ΔTനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് മൈനസ് കോമൺ എടുക്കാം. അപ്പം ഇങ്ങനെ വരും. അതേപോലെ തന്നെ P1Tയും നമുക്ക് കോമൺ എടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ΔT ഉണ്ട്, ΔTയും വിളയിലെടുത്തു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ΔT ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടൈം ഇൻക്രിമെൻറ്റ് വളരെ കുറയ്ക്കുകയാണ്. അപ്പോൾ ടൈം ഇൻക്രിമെൻറ്റ് എന്താണ് കുറയ്ക്കുമ്പോൾ എന്ന് സംഭവിക്കുക വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം വരില്ലേ, അത് നമുക്കിങ്ങനെ ഡി പി എന്ന് പറഞ്ഞാൽ ΔP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വലിയ ടൈം ഇൻ്റർവെല്ലിലുള്ള വ്യത്യാസം. DP എന്ന് പറഞ്ഞാൽ ചെറുത്, ΔDI. അപ്പോൾ എന്താണ് ഇവിടെ λ1 പ്ലസ് λ2 അതിന് മാറ്റമൊന്നുമില്ല. P1T എന്നുള്ളത് മാറ്റി നമുക്ക് P1 എന്ന് മാത്രം എഴുതാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ ΔTയും മാറ്റി DT ആയി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഈ P1നെ താഴെ കൊണ്ടുവരുന്നു. ഇവിടെ DP മാത്രമല്ല DP1 എന്ന് എഴുതാം കേട്ടോ, കാരണം ഈ ഡിഫറൻസ് അല്ലേ, ഇവിടെയും P1 ആണ് ഇവിടെയും P1 ആണ്. അപ്പോൾ dP1/P1 ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ ln P1 ഈക്വൽ ടു ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. കാരണം രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇവിടെ P വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്തു, ഇവിടെ T വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിനൊന്ന് ആൻറ്റി ലോഗ് എടുക്കാൻ രണ്ട് സൈഡിലും. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതാണ് സ്റ്റേറ്റ് 1ൽ നിൽക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നൊരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ സാധനം 2 ഡിഫറെൻറ്റ് കോമ്പണൻസ് ഉണ്ടെന്ന് വെച്ചോ. 2 ഡിഫറെൻറ്റ് കോമ്പണൻസ് ഉണ്ട്, രണ്ടും വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റാണ് സ്റ്റേറ്റ് 1. അതായത് നമുക്ക് സീരീസിലാണെന്ന് അസ്യൂം ചെയ്യാം. സീരീസിലാണെങ്കിൽ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ രണ്ടും വർക്ക് ചെയ്യണമല്ലോ, എങ്കിലല്ലേ വർക്ക് ചെയ്യൂ. ഇല്ലെങ്കിൽ സിസ്റ്റം ഫെയിലായി പോകില്ല, ഏതെങ്കിലും ഫെയിലായി. അതായത് ഈ മാർക്കോവിയൻ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് 1 എന്ന് വെച്ചാൽ സീരീസിന് സിമിലറാണ്. സീരീസ് ആണെങ്കിൽ രണ്ടും വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ സ്റ്റേറ്റ് 1 ആണെങ്കിൽ രണ്ടും വർക്ക് ചെയ്യണം. അപ്പോൾ രണ്ടും ഒരേ ഈക്വലൻ കണ്ടീഷൻസാണ്. അപ്പോൾ നമുക്കറിയാം സീരീസിലാണെങ്കിൽ നമ്മുടെ രണ്ട് കോമ്പണൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റിലയബിലിറ്റി എന്തായിരിക്കും? e⁻λ1t ഇൻറ്റു e⁻−λ2t ഇങ്ങനെയല്ലേ? കാര്യം ഒരെണ്ണത്തിൻ്റെ റിലയബിലിറ്റി e⁻−λ1t, മറ്റേതിൻ്റെ e⁻−λ2t. സീരീസിലായതുകൊണ്ട് R1 R2. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ e⁻−λ1 പ്ലസ് λ2t എന്ന് എഴുതാം സീരീസിലാണെങ്കിൽ. അത് നമുക്ക് ഇപ്പുറത്താണെങ്കിലോ അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. അതായത് ഇത് സീരീസിലാണെങ്കിൽ ഇങ്ങനെ കിട്ടും, രണ്ടും വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ ഇതിലും കിട്ടും. രണ്ടും ഈക്വലൻ കണ്ടീഷൻസാണ്. അപ്പോൾ സീരീസിനുള്ള എക്സ്പ്രഷൻ നമുക്ക് e⁻−λ1 പ്ലസ് λt ആണ്, അല്ലെങ്കിൽ R1 R2 ആണ് എന്ന് മാർക്കോവിയൻ അനാലിസിസ് വെച്ച് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതാനുള്ളത്.